التمسك بالأثر نجاه. സുആലുൽ വാഹിദ് വസ്സബൂൻ 71ാമത്തെ ചോദ്യം. മാ അഅ്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും മഹത്തരമായ ആയത്ത്, ഏറ്റവും മികച്ച ആയത്ത് ഏതാണ്? ഖുർആനിൽ നമുക്കൊരു 6000-ൽ ചില്ലാനും ആയത്തുകളുണ്ട്. ആ ആയത്തുകളിൽ ഏറ്റവും മികച്ച ആയത്ത് ഏതാണ്? വഖറഅഹ, അത് നീ ഓതുക. എന്നുവെച്ചാൽ നമ്മൾ കാണാതെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണെന്ത്? ഖുർആനിൽ ഏറ്റവും മികച്ച ആയത്ത് അതേതാണ്? ആയത്ത് ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്ന സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്. ഈ സൂറത്തിനെ പറ്റി ധാരാളം ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ എല്ലാ ഫർദ് നിസ്കാര ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ അവനും സ്വർഗത്തിനുമിടയിൽ മരണമല്ലാതെ മറ്റൊരു തടസ്സവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളം ഹദീസുകൾ ഈ ആയത്തുൽ കുർസിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സക്കാത്തിൻ്റെ സംഭവം, വലിയൊരു സംഭവമാണ്. ചുരുക്കം എന്നുള്ളത്, നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ രാവിലെ വരെ ശൈത്താൻ നമ്മളുടെ അടുക്കലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. അപ്പോൾ എല്ലാ ഫർദ് നിസ്കാര ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഒക്കെ നമ്മൾ ആയത്തുൽ കുർസി പതിവായി ചൊല്ലാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ആയത്തുൽ കുർസി? നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ആയത്തുൽ കുർസി ഏറ്റവും മികച്ച ആയത്തായത്? എന്തുകൊണ്ടാണ്? ഈ ആയത്തുൽ കുർസിയുടെ വിഷയം അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ചാണ്. ആയത്തുൽ കുർസി മുഴുവൻ അള്ളാഹുവിനെ സംബന്ധിച്ചാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ല. എന്താണ് അവൻ? അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ഹയ്യാണ്, അൽ ഖയ്യൂമാണ്. അള്ളാഹുവിന് മാത്രം പ്രത്യേകതകൾപ്പെട്ടതാണ് അൽ ഹയ്യും അൽ ഖയ്യൂം. അൽ ഹയ്യ് എന്ന് വെച്ചാൽ എന്നും ജീവിച്ചിരിക്കുന്നവൻ. എന്നുവെച്ചാൽ അവനില്ലാത്തൊരു കാലം പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടില്ല, അവനില്ലാത്തൊരു കാലം ഇനി ഫ്യൂച്ചറിൽ വരികയുമില്ല. അതാണ് അൽ ഹയ്യ് എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുക. അതേപോലെ തന്നെ അൽ ഖയ്യൂം എന്നുള്ളത് എല്ലാം നിലനിൽക്കുന്നത് ആരെക്കൊണ്ടാണോ അവനാണ് അൽ ഖയ്യൂം. ഈ ഒരർത്ഥമുണ്ട്. രണ്ടാമത്തെ അർത്ഥം, എല്ലാത്തിനെയും കൃത്യമായി നിലനിർത്തുന്നത് ആരാണോ അവനാണ് അൽ ഖയ്യൂം എന്ന രണ്ടർത്ഥമുണ്ട്. അങ്ങനെയുള്ളവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അള്ളാഹുവിന് ക്ഷീണമോ അല്ലെങ്കിൽ മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? മരിപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു, ദരിദ്രനാക്കുന്നു, സമ്പന്നനാക്കുന്നു, ദാഹിപ്പിക്കുന്നു, ക്ഷീണിപ്പിക്കുന്നു, രോഗം നൽകുന്നു, രോഗം മാറ്റുന്നു. ഇങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ഓരോ കാര്യം അവൻ്റെ തീരുമാനപ്രകാരമല്ലാതെ ഒരു ഹൃദയവും മുടിക്കുന്നില്ല, ഒരു ഇലയും കൊഴിയുന്നില്ല, ഒന്നും ഇവിടെ നടക്കുന്നില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കുറ്റമറ്റ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോഴും അവന് അതിലെന്ത് ചെയ്യുന്നില്ല, ആ ഒരു കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് കൊണ്ട് ഒരു ക്ഷീണമോ ഉറക്കമോ ഒന്നും ബാധിക്കുന്നില്ലേ? നമ്മളൊക്കെ ഒരു വലിയ മലമറിക്കുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളാകെ തളർന്നു പോകും. എത്ര ഭക്ഷണം കഴിച്ചാലും എന്തൊക്കെ മരുന്നുകൾ കഴിച്ചാലും നമുക്കതിനൊക്കെ ഒരു പരിധിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ചതിൽ പിന്നെ ഇത് എത്ര വലിയ സൃഷ്ടിപ്പാണ് ആകാശഭൂമികൾ. അത് മുഴുവൻ സൃഷ്ടിച്ച് അതിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെയും സംവിധാനിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല? യാതൊരു ക്ഷീണവും ബാധിച്ചിട്ടില്ല. അപ്പം അവൻ എന്ത് ചെയ്യില്ല? ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. ലഹു മാഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാണ്, എല്ലാം അവൻ്റെയാണ്. നമ്മുടെ ശരീരം പോലും അത് അവൻ തന്നതാണ് അല്ലേ? നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന വാപ്പാൻ്റെ ഇന്ന ഉമ്മാൻ്റെ മകനായി ഈ രൂപത്തിൽ ഈ പേരിൽ ജനിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടായതല്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ ഉടമസ്ഥതയിലാണ് നാം ഓരോരുത്തരും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുമതിയോട് പെർമിഷനോട് കൂടിയല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ ആരാണുള്ളത്? അള്ളാഹ് ചോദിക്കും. ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? ആർക്കും കഴിയില്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ദുനിയാവിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ എല്ലാ സകലജാതി അധികാരികളും ഭരണകർത്താക്കളും രാജാക്കന്മാരും ചക്രവർത്തികളും എല്ലാ ധിക്കാരികളും അഹങ്കാരികളും ഉണ്ട് ഖിയാമത്ത് നാളിൽ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹുവ അടുക്കൽ ഒരാൾക്കും ഒരക്ഷരം മിണ്ടാൻ സാധിക്കുകയില്ല. അള്ളാഹു അനുമതി കൊടുത്ത് തൃപ്തിപ്പെട്ടവർ അവർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് അള്ളാഹു പറയണം യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവൻ നിങ്ങളുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും അറിയുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ മുൻപ് കഴിഞ്ഞ പാസ്റ്റ്, അതുപോലെ ഫ്യൂച്ചർ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന അളവിലല്ലാതെ സൃഷ്ടികൾക്കൊന്നും അറിയാൻ സാധിക്കുകയില്ല. എന്നുവെച്ചാൽ നമുക്ക് കിട്ടിയ അറിവുകൾ, അതിപ്പോൾ പുതിയ ടെക്നോളജികളാണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും എന്താണെങ്കിലും, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതറിയാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം നമ്മൾക്കതറിയാൻ സാധിക്കുകയില്ല. എന്നിട്ട് പറയണം വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ കുർസി അത് ആകാശഭൂമികളെക്കാൾ വിശാലമാണ്. കുർസി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, സാധാരണ കസേര എന്നുള്ള അർത്ഥത്തിലാണ് പറയാറ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിൻ്റെ 2 കാൽപാദങ്ങൾ വെക്കുന്ന സ്ഥലമെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ കുർസിനെ വിശദീകരിച്ചത് അങ്ങനെയാണ്. അപ്പം അത് ആ ഒരു കുർസി മാത്രം ആകാശഭൂമികളെക്കാൾ വിശാലമാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല വലിപ്പം, നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയാറുണ്ട്. അള്ളാഹു എല്ലാത്തിനേക്കാളും വലിയവനാണെന്ന് പറയാം. അത് ശരിക്കും ആ യാഥാർത്ഥ്യത്തിൽ തന്നെ അവൻ എല്ലാത്തിനേക്കാളും വലുതാണ്. ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവൻ അവൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങും, ആകാശങ്ങൾ അവൻ ചുരുട്ടിപ്പിടിക്കുന്ന. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വസിഅ കുർസിയ്യുഹു സ്സമാവാതി വലാ യഊദുഹു ഹിഫ്ളുഹുമ, അവൻ ഈ ആകാശഭൂമികൾ കൃത്യമായി യാതൊരു തകരാറും സംഭവിക്കാതെ, അതിലൊന്നും സ്റ്റക്കാവാതെ മുടങ്ങിപ്പോകാതെ എല്ലാം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവനൊരു ഭാരവും ഉണ്ടാകുന്നില്ല, ഒരു പ്രയാസവും ഇല്ല. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, വലിയൊരു വിഷയം നമ്മൾ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യം തന്നെ, ചെറിയൊരു വിഷയമാണെങ്കിൽ പോലും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹുവൽ അലിയ്യുൽ അദീം, അവൻ അങ്ങേയറ്റം ഉന്നതനും അങ്ങേയറ്റം മഹത്വമുള്ളവനുമാണ് എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അതിൻ്റെ ചുരുക്കത്തിൽ വളരെ വേഗത്തിൽ പറഞ്ഞതാണ്. ഇതാണ് അതിൻ്റെ ഒരു ആകത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ആയത്തിൽ മൊത്തം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചാണ്.